നമസ്കാരം. ബീഹാറിൽ അങ്ങനെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തനിക്കുണം കാണിച്ചിരിക്കുകയാണ്. കൽപൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന കൊടുത്തത് തന്നെ ആവേശപുളകിതനാക്കി എന്ന് ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് മാത്രമല്ല റാലികൾ നടത്തിക്കൊണ്ട് BJP-യിലേക്ക് പോകും എന്നുള്ള സൂചന നൽകി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതെ, JDU അതായത് ഐക്യ ജനതാദൾ NDAയുടെ ഭാഗമാകും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ മുന്നണി BJP-യുടെ രാഷ്ട്രീയ അജണ്ടകളെ എതിർക്കാൻ വേണ്ടി നിലനിൽക്കുമ്പോൾ ആ മുന്നണിയുടെ സംവിധാനത്തെ ഒരുക്കിക്കൊണ്ടുവരാൻ നേതൃത്വത്തിൽ നിന്ന നിതീഷ് കുമാർ തന്നെ കൃത്യമായി പണി കൊടുത്തിരിക്കുന്നു. പക്ഷെ ഇതൊന്നും കൊണ്ട് രാഹുൽ ഗാന്ധിക്കോ ഇന്ത്യ മുന്നണിക്കോ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ വരുന്നു എന്ന് നമുക്ക് കണക്കാക്കാൻ ഇപ്പോൾ കഴിയില്ല. അതിന് കാരണം ബീഹാറിൽ ഇടതുപക്ഷം കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ബീഹാറിൽ ഐക്യ ജനതാദളിന്റെ സീറ്റുകൾ ഇടതുപക്ഷത്തിന് കൂടി കുറെ കൂടി ലഭിക്കും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം. ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ മണിപ്പൂരിൽ നിന്നും മുംബൈ വരെ 6200-ലധികം കിലോമീറ്റർ ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ അതിൽ ഇടതുപക്ഷം ബീഹാറിലുള്ള CPI-ML, CPI അതുപോലുള്ള ഇടതുപക്ഷ സംഘടനകൾ ഐക്യദാർഢ്യവുമായി ഈ ജോഡോ യാത്രയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. സമാനതകളില്ലാത്ത ഒരു പോരാട്ടം നടക്കുന്ന ബീഹാറിന്റെ മണ്ണിൽ ഐക്യ ജനതാദൾ പോയാൽ പുല്ലേ മാത്രം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അവിടെ ഇടതുപക്ഷത്തെ ഒപ്പം ചേർത്തുകൊണ്ട് RJD ശക്തമായി BJP-ക്കെതിരെയുള്ള സന്ധിയില്ലാ സമരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. 40 ലോക്സഭാ സീറ്റുകളുള്ള ബീഹാറിൽ 40ഉം കൊയ്തെടുക്കാൻ തന്നെയാണ് RJD ഇടതുപക്ഷ സംഘടനയും കോൺഗ്രസും ശ്രമിക്കുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ തവണ സ്ട്രൈക്ക് റേറ്റ് കുറവുണ്ടായിരുന്ന പാർട്ടി മഹാഗഠബന്ധനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മാത്രമായിരുന്നു. 70 നിയമസഭാ സീറ്റുകൾ 243 അംഗ സീറ്റുകളിൽ 70 നിയമസഭാ സീറ്റുകൾ അത് കോൺഗ്രസിന് വാഗ്ദാനം ചെയ്തു. 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് നേടിയത് വെറും 19 സീറ്റുകൾ മാത്രമാണ്. അവരെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പതനമാണ് കണ്ടത്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ മധുസൂദൻ ഝാ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു മികച്ച സംഘടനാ നേതാവായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള പ്രയത്നമാണ്, നിതാന്തമായ പ്രയത്നമാണ് ഐക്യ ജനതാദളിനെയും RJDയും വീണ്ടും ഒരുമിപ്പിച്ചത്. ഇടതുപക്ഷ സംഘടനകൾക്കും അതിനകത്ത് വലിയ റോളുണ്ട്. പക്ഷേ ഇക്കുറി ഐക്യ ജനതാദൾ ചെയ്തത് ശുദ്ധ അസംബന്ധമാണ്. അധികാരത്തിന് വേണ്ടി നിതീഷ് കുമാർ ഒരു കുരങ്ങനെ പോലെ, ഒരു കുട്ടിക്കുരങ്ങനെ പോലെ എങ്ങോട്ട് വേണമെങ്കിലും ചാടിക്കളിക്കും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. വലിയ രീതിയിലുള്ള സമ്മർദ്ദം നിതീഷ് കുമാറിന് മേൽ BJP ചെലുത്തിയതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പറയുന്ന ഐക്യ ജനതാദള് NDA ക്യാമ്പിലേക്ക് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ഇടതുപക്ഷത്തിന് വേരോട്ടം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. CPI-ML മത്സരിച്ച മുഴുവൻ സ്ഥലത്തും വലിയ വിജയമാണ് നേടിയെടുത്തത്. അവർക്ക് കൂടുതൽ സീറ്റുകൾ കൊടുത്തിരുന്നെങ്കിൽ മഹാഗഠബന്ധൻ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നിനെ എന്ന് തേജസ്വി യാദവ് പിന്നീട് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വലിയ റോളുള്ള ഈ മണ്ണിൽ, അതായത് ബീഹാറിന്റെ മണ്ണിൽ തീർച്ചയായും ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റുകൾ നൽകേണ്ടതായുണ്ട്. എന്നാൽ മാത്രമേ ജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന മഹാഗഠബന്ധന് പരാജയം മാത്രമായിരിക്കും ഉണ്ടാകുക. RJDയെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ആണെങ്കിൽ ഷൂ എന്ന അവസ്ഥയിലാണ്. ആ ഒരു മോശ അവസ്ഥയിൽ നമ്മൾ ആ ആപ്റ്റായിട്ടുള്ള ഫിഗർ മനസ്സിലാക്കണം. കോൺഗ്രസിനും RJDക്കും മാത്രമായല്ല, ഇടതുപക്ഷത്തിന് കൂടി കാര്യമായ റോൾ കൊടുത്താൽ മാത്രമേ ബീഹാറിൽ BJP-യുടെ മുന്നേറ്റത്തെ തടുക്കാൻ കഴിയൂ. നിലവിൽ NDA മുന്നണിയിലുള്ളത് BJP-യും അതുപോലെ തന്നെ പശുപതി പാരസിന്റെ LJP-യുമാണ്. അതുപോലെ തന്നെ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തിന്റെ രീതിയിൽ, അതായത് LJP വിട്ട് പിളർന്ന്, അതായത് പശുപതി പാരസ് എന്ന് പറയുന്ന രാംവിലാസ് പാസ്വാന്റെ സഹോദരനുമായി തെറ്റിപ്പിണങ്ങിക്കൊണ്ടാണ് ചിരാഗ് പാസ്വാൻ പ്രത്യേകമായി നിന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇക്കുറി ജമുവിൽ മത്സരിക്കണമെങ്കിൽ, അതായത് ജമുവി എന്ന് പറയുന്ന ലോക്സഭാ സീറ്റിൽ, ബീഹാറിലെ 40 ലോക്സഭാ സീറ്റുകളിൽ ഒന്നാണ് ജമുവി, അവിടെ നിന്ന് മത്സരിക്കണമെങ്കിൽ കൃത്യമായി BJP-യുടെ പിന്തുണ ഉണ്ടെങ്കിൽ പറ്റുകയുള്ളൂ ജയിക്കാൻ എന്ന് മനസ്സിലാക്കി തന്നെയാണ് ചിരാഗ് പാസ്വാൻ റൂട്ട് മാറ്റി ചവിട്ടിയിരിക്കുന്നത്.
ഏതായാലും ഈ പറയുന്ന RJD അതുപോലെ തന്നെ കോൺഗ്രസ് ഇടതുമുന്നണി കൂട്ടുകെട്ട് തീർച്ചയായും ഒരു വലിയ രീതിയിലുള്ള മാറ്റത്തിന് തുടക്കം കുറിക്കും.